ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ലൊരു സാമ്പാറിൻ്റെ കേട്ടോ. രാവിലെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയപ്പോഴേ എന്നും ഉണ്ടാക്കണ പോലെയല്ല, ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് കേട്ടോ ഉണ്ടാക്കിക്കണത്. ഞാൻ ഈ സാമ്പാർ പൊടിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ പോയാൽ കാണാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ടൊന്ന് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഈ സാമ്പാർ പറഞ്ഞത് ഒരു നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയ സാമ്പാറില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ആ പഴമൻ്റെ രുചി കിട്ടും കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് കടുകെടുക്കണം കേട്ടോ, താളിക്കണമാണ്. പിന്നെ ഇതിൽ ഞാൻ 2 വെറൈറ്റി ഇൻഗ്രീഡിയൻസ് കൂടി നിങ്ങൾ ചേർക്കലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു രണ്ട് കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. അതും കൂടി ഞാൻ ചേർക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റും വരും കേട്ടോ. ഇപ്പോൾ രാവിലെ നീച്ചിട്ട് ഞാൻ ദോശൻ്റെ മാവ് കൂട്ടി വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് എന്താ കറി ഉണ്ടാക്കാൻ ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സാമ്പാർ കൂട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് സാമ്പാർ കൂട്ട് വാങ്ങിയാൽ അതിൽ എല്ലാ കഷ്ണങ്ങളും ഉണ്ടാവും കേട്ടോ. നമ്മൾ പരിപ്പ് മാത്രം കൂട്ടിയാൽ മതി. നല്ല രസമാണ് സാമ്പാർ കൂട്ട് കൊണ്ട് സാമ്പാർ വെച്ചാൽ. നമ്മൾ പറയുന്ന മാടെ സാമ്പാർ കൂട്ട് പറഞ്ഞാൽ എല്ലാ സാമ്പാർക്കുള്ള കഷ്ണങ്ങളും അതിലുണ്ടാവും. പിന്നെ എക്സ്ട്രാ നമ്മളൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ രാവിലെ നീച്ചൊന്ന് തലേന്ന് ഞാൻ നല്ലോണം 2-3 ദിവസത്തിന് വേണ്ടി ഒരു 2 കിലോ അരി വെള്ളത്തിലിട്ട് ഗ്രൈൻഡറിൽ ആട്ടി കേട്ടോ. ഇതിങ്ങനെ ആട്ടി വെച്ചാലേ പിന്നെ ഒരു 3-4 ദിവസത്തിന് ഇത് ഫ്രിഡ്ജിലാക്കിയാണ്ട് പാത്രത്തിലാക്കി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് അങ്ങനെ ചുട്ടാൽ മതി. രാവിലെ നമുക്ക് എളുപ്പം പണിയെടുക്കുകയും ചെയ്യാം. ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കട്ടോ. അത് ഞാനിപ്പോൾ പച്ചരിയും ചോറും ഉഴുന്നും ഉലുവയൊക്കെ പാടെ ആട്ടിയതാട്ടോ. നല്ല നേരം ഈസ്റ്റൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതിൽ കുറച്ച് ഈസ്റ്റും കൂടി ഇട്ട് അത് പൊങ്ങിങ്ങാണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ടാവും. രാത്രി നല്ലോണം ഗ്രൈൻഡറിൽ ആട്ടുമ്പോഴേ നമുക്കതിന്ന് പഴയ സൈസ് ഗ്രൈൻഡർ, അതുകൊണ്ട് വാങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കഴുകാനൊക്കെ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ആട്ടി വെച്ചാൽ നമുക്ക് 2-3-4 ദിവസത്തിന് നമുക്ക് വേറെ വേറെ പാത്രത്തിലാക്കി ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ഇഡ്ഡലി വേണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കാം. അങ്ങനല്ലേ. നല്ല 2 കിലോ അരിപ്പൊടി ആട്ടിയതാട്ടത്. ഞാനിങ്ങനെ ഇങ്ങനത്തെ പാത്രത്തിലാക്കിയിട്ട്, നല്ല അടപ്പില്ല പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ഇത് എത്ര ദിവസം വെച്ചാലും പൊളിക്കുക, കേടുവരുകയും ചെയ്യില്ല. നമ്മൾ ആവശ്യത്തിന് എടുക്കുക, വേറെ കയ്യിലൊന്നും ഇടുക, നല്ല വൃത്തിയുള്ള കയ്യിലൊക്കെ ഇടണം. ഡൈക്കനെ വെക്കുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് എത്ര 2 ആഴ്ച വെച്ചാലും ഇത് കേടുവരില്ല കേട്ടോ. നിങ്ങളിങ്ങനെയൊക്കെ ദോശമാവ് എടുത്തേക്കാറുണ്ടോ? നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയാൽ അവരെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കൂട്ടുകയും ചെയ്യാം. നല്ല സാധനമൊക്കെ. ഞാനിങ്ങനെ പാത്രത്തിൽ കൂടി ആക്കിയാണ്ട് അങ്ങനെ ഒരു 3-4 പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ നല്ല അടപ്പില്ല പാത്രത്തിലാക്കിയിട്ട് എടുത്ത് കൂട്ടും. എന്നിട്ട് അതിന് ആവശ്യത്തിന് എടുത്തുങ്ങാണ്ട് ചൂടും. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടിട്ടാണ് ഞാൻ എടുത്തേക്കാറ്. ഇങ്ങനെ നിങ്ങൾ ഗ്രൈൻഡറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. നിങ്ങൾക്ക് രാവിലെ നല്ലൊരു എളുപ്പപ്പണിയാട്ടോ. നിങ്ങൾക്ക് വൈകുന്നേരത്തെ ദോശ ഉണ്ടാക്കണം ഇത് അതിന് എടുത്തുങ്ങാണ്ട് ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റാട്ടോ. നെയ് റോസ്റ്റിൻ്റെ പോലെ ഉണ്ടാക്കാത്, കനല്ലാതെ ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം, കുഞ്ഞി ദോശ ഉണ്ടാക്കാം, ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ആ മാവൊക്കെ ഞാൻ ഫ്രിഡ്ജിക്ക് എടുത്തുവെച്ചു. ഇന്ന് ചുടാൽ മാത്രം എടുത്തുവെച്ച് ബാക്കിയുള്ളതൊക്കെ എടുത്തുവെച്ചു. ഇതിപ്പോൾ സാമ്പാർക്കുള്ള കഷ്ണങ്ങളാട്ടോ. ഇതിലിപ്പോൾ ഈ വെണ്ടയ്ക്ക നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അത് നമ്മൾ അതിലിടുന്നില്ല. അതിലിട്ടാൽ കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത്. ഇപ്പോൾ വെണ്ടയ്ക്ക ഇട്ടാൽ കൊഴുത്ത് പോവും സാമ്പാറാകെ. അത് നമ്മളൊന്ന് എണ്ണയിൽ വാട്ടിയിട്ട് വെന്തിട്ടേക്ക് ഇടുക കേട്ടോ. തക്കാളിയും പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇടുന്നുണ്ട്. എല്ലാ കഷ്ണങ്ങളും ഞാൻ നല്ലോണം കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എളുപ്പത്തിലുണ്ടാക്കട്ടോ. സാമ്പാർ കൂട്ടങ്ങൾ വീട്ടിലുണ്ടാക്കി വെച്ചാലേ നിങ്ങൾക്ക് പിന്നെ അതിക്കൊന്നും ഇടണ്ട. നിങ്ങൾ തേങ്ങ വറുക്കുമ്പോൾ ഈ സാമ്പാർ കൂട്ടം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മുളകും പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും ഇടണ്ട. ഒക്കെ നമ്മളിലിട്ടിട്ടുണ്ടല്ലോ. സാമ്പാർ കായം ഒക്കെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചതാണല്ലോ. അത് ഞാൻ ഉണ്ടാക്കി ഞങ്ങൾ ലിങ്ക് പോയി നോക്കിയാൽ കാണും കേട്ടോ. എൻ്റെ ചാനലിലുണ്ട് സാമ്പാർ പൊടി ഉണ്ടാക്കണം. നിങ്ങൾക്ക് അറിയാനുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ. അങ്ങനെ ഞാൻ പരിപ്പൊക്കെ ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ പരിപ്പും കൂടി അതിക്കിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ, ഇപ്പോൾ ഇതിക്കൊന്നും വേണ്ട, വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ മാത്രം വന്നു കേട്ടോ. 2ാമത്തെ വിസിൽ വരെ ഒരു വിസിൽ വരുമ്പോൾ തന്നെ നല്ല വന്നിട്ടുണ്ടാവും. അങ്ങനെ ആ പരിപ്പ് അതിക്ക് ഇട്ട് കൊടുക്കുക. പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് ഒരൊറ്റ വിസിൽ വരുത്തട്ടോ. നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടതാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നിങ്ങൾ സാമ്പാർ പൊടിയൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിലേ കുറച്ച് അധികം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മില്ലിൽ പൊടിച്ച് കൊടുന്ന് വെച്ചാൽ മതി, അല്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചാൽ മതി. കുറച്ചൊക്കെയാണ്. ഞാനിപ്പോൾ ഒരു 1/2 കിലോ നമ്മുടെ മിക്സിയിലാണ് പൊടിച്ചത് കേട്ടോ, വറുത്തുങ്ങാണ്ട്. ഇനി നമ്മൾ കൊത്തമ്പാലി മുളകൊക്കെ ഒറിജിനൽ വാങ്ങുമ്പോഴേ സാമ്പാർ കായം ഒക്കെ കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ.
ഞാൻ ഞങ്ങൾ കുടുംബക്കാരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ സാമ്പാർ കഴിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു ഇതെങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി സാമ്പാർ പൊടി. അപ്പോൾ അവർ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ അതേപോലെ ഉണ്ടാക്കിട്ടോ. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരിക്കണത്, പുറത്ത് വെച്ചിട്ടില്ല. ഇനി പുറത്ത് വെച്ചാൽ അത് പൂത്തെങ്കിലും വെച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനം പോലെ അതിൽ എന്തെങ്കിലുമൊക്കെ കേടായിരിക്കാൻ വേണ്ടി കൂട്ടിയിട്ടുണ്ടാവും. നമ്മളെ വീട്ടിൽ വാങ്ങുന്നതാകുമ്പോഴേ ഉണ്ടാക്കുന്നതാകുമ്പോൾ നമുക്ക് പൊടിയിൽ വല്ല നനവും വന്ന പോലെ പൂപ്പലും വന്നെങ്കിലും ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. ചിലപ്പം പുറത്ത് വെച്ചാലും കേടുവരുന്നൊന്നും ഉണ്ടാവില്ല. എന്നാലും എൻ്റെ ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. ഇതിപ്പോൾ 1 കിലോ പൊടി കൊണ്ട് ഞാൻ എത്ര വട്ടം സാമ്പാർ ഉണ്ടാക്കിയെന്നറിയും. അങ്ങനെ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ കുഞ്ഞ് ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തിയിട്ട് നമ്മളെ സപ്പോർട്ടാക്കുള്ളൂ. അങ്ങനെ നമ്മളെ വെണ്ടയ്ക്കൊക്കെ നല്ലോണം നുറുക്കിയിട്ട് നമുക്ക് എണ്ണയിൽ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഈ വെണ്ടക്ക എണ്ണയിൽ വാട്ടിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. നമ്മൾ വെണ്ടക്ക കൊണ്ടൊക്കെ ഉപ്പേരിണ്ടാക്കാറില്ലേ, അപ്പോൾ അതിൻ്റെ കൊഴുപ്പൊക്കെ പോയിട്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ സാമ്പാർ വെക്കുമ്പോൾ വെണ്ടക്കയ്ക്ക് അങ്ങനെ ഇടരുത്, അത് വാട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കൊഴുത്ത് പോയി ആ സാമ്പാറിൻ്റെ മൊത്തം ടേസ്റ്റും പോകും. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നല്ലോണം വറുത്ത് വരുന്നുണ്ട്. അപ്പോഴത്തേന് നമുക്ക് സാമ്പാർക്കില്ല തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ട്, കുറച്ച് തേങ്ങ മതി, തേങ്ങ അധികം വേണ്ട ആവശ്യമില്ല. അങ്ങനെ വെണ്ടയ്ക്കൊക്കെ വെന്ത് വന്നു. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനിപ്പോൾ ഞാനൊരു മുറിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരു മുറി ഫുള്ളില്ല, 3/4 ഭാഗമുള്ളൂ. തേങ്ങ അധികമായ ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ തേങ്ങയൊക്കെ നല്ലോണം ഒന്ന് വറുത്തിട്ട് അതൊന്ന് നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അങ്ങനെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റാണ് നമ്മൾ സാമ്പാർ കൂട്ട് ഇടുന്നത് കേട്ടോ. സാമ്പാർ കൂട്ടിട്ടിട്ട് ഒന്ന് പതുക്കെ ചൂടായാൽ മതി. എന്താ വെച്ചാൽ സാമ്പാർ കൂട്ടി നമ്മൾ ആദ്യം വറുത്ത് വെച്ചതല്ലേ, പച്ചമണമൊക്കെ പോയിട്ടുണ്ടാവും. എന്നാലും ഇതിൽ കടന്നിട്ട് ഈ തേങ്ങയിലൊന്ന് ജോയിൻ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഫ്ലെയിം എല്ലാം ചെറുതാക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ നല്ലോണം വറുത്ത് വരട്ടെ. ഒരിളം ബ്രൗൺ കളറാകുമ്പോൾ വല്ലാതെ കരിഞ്ഞു പോകണത് നോക്കണം കേട്ടോ, തീ കുറച്ചിട്ട്. അപ്പോൾ തേങ്ങിൻ്റെ ആ വേപ്പിൻ്റെ നല്ലൊരു മണം വരും കേട്ടോ. ഇനി നമുക്ക് ആ സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്ര പണിയുള്ളൂ. ഈ സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സിയിൽ അരച്ചിട്ട് അയക്കണം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അല്ല ഇത് പാൻ ഉണ്ടാക്കിയാണ്ട് അല്ലേ കുപ്പിയിലാക്കി വെച്ചതാട്ടോ. അങ്ങനെ ഇത് നമുക്കൊരു 5 സ്പൂൺ ഇട്ട് കൊടുക്കട്ടോ. സ്പൂണാട്ടോ, ചെറിയ സ്പൂണാവുകൊണ്ട് 5, വലിയ ടീസ്പൂൺ പറയുമ്പോൾ വലുതാക്കാരം, അപ്പോൾ അതാകുമ്പോൾ അത്ര വേണ്ടിയില്ല. ഇതിപ്പോൾ ഇതിലുള്ള ചെറിയ അല്ലേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണാകുമ്പോൾ ഞാനൊരു 5 സ്പൂൺ ഇട്ട് കൊടുക്കും. ഇത് കുറച്ചധികം സാമ്പാർ ഉണ്ടാക്കേണ്ടി നമ്മൾ കേട്ടോ. ഞാനിപ്പോൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് 2 ദിവസത്തിന് ഉണ്ടാക്കി വെക്കുക, അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട്. കുറച്ച് ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അത് നാളെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. രാവിലെ നമ്മൾ ദോശയ്ക്കൊക്കെ എടുത്താലേ നല്ലൊരു ടേസ്റ്റാണ് ആ സാമ്പാർ. പഴകിനോടത്തോളം ടേസ്റ്റ് കൊടുക്കും സാമ്പാറിന്. അങ്ങനെ അതൊക്കെ നല്ലോണം ഒന്ന് ഇതിൽ കടന്നിട്ടൊന്ന് ചൂടായിട്ട് നമുക്ക് തണുത്തിട്ട് നല്ലോണം മിക്സിയിലൊന്ന് അരച്ചെടുക്കട്ടോ. നല്ലോണം അരച്ചെടുക്കണം മിക്സിയിൽ, അധികം വെള്ളം ചേർക്കാതെ. ചൂടാറിയിട്ട് ചെറിയ ചൂട് കൊടുക്കാൻ ഞങ്ങൾ അരച്ചെടുത്തോളൂ കേട്ടോ. അതൊക്കെ ഒന്ന് വറുത്ത് വരട്ടെ.